പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായ്ക്കും സ്തുതി ആദ്യം മുതൽ എന്നേക്കും ആമേൻ. കർത്താവിന് ഏറ്റവും പ്രിയപ്പെട്ടവരെ, നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ 5-ാം അധ്യായം 11 വരെയുള്ള വാക്യങ്ങൾ നമ്മളെടുത്തു. 1 മുതൽ 15 വരെ 11 വരെ. അതിൽ അവരുടെ പത്രോസിനെ കൂട്ടരെയും വിളിക്കുന്നതായിരുന്നു. പത്രോസ്, യോഹന്നാൻ, സെബെദി പുത്രന്മാരെന്ന യോഹന്നാൻ, യാക്കോബ്, അവരെയൊക്കെ വിളിക്കുന്ന കാര്യങ്ങളായിരുന്നു നമ്മൾ കണ്ടത്. അപ്പോൾ അത് അവർ കിട്ടിയ സർവ്വസമ്പത്തുകളും അന്ന് കിട്ടിയ അവരുടെ വലിയ ഒരു നേട്ടം, അന്നത്തെ മീൻ അവരുടെ ആയുസ്സിൽ അതുവരെയും കിട്ടിയിട്ടില്ലാത്ത വിധം അതിൻ്റെ എത്രയോ ഇരട്ടി കിട്ടിയിട്ടും എല്ലാം കളഞ്ഞു. അവരതൊന്നും കണക്കാക്കാതെ നോക്കാതെ തന്നെ എല്ലാം വള്ളവുമൊക്കെ അവിടെ അടുപ്പിച്ചിട്ട് പോയി കർത്താവിൻ്റെ കൂടെ. കർത്താവ് വിളിച്ചപ്പോൾ ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കി എൻ്റെ കൂടെ വരിക എന്ന് പറഞ്ഞപ്പോൾ അവിടുന്ന് വിളിച്ച് ആ വാക്ക് കേട്ട് സർവ്വതും ഉപേക്ഷിച്ച് പോയി. കാരണം എന്തുകൊണ്ടാണ് പറഞ്ഞിരുന്നല്ലോ, അവർ കർത്താവിനെ കുറിച്ച് നേരത്തെ അറിഞ്ഞിരുന്നു. പത്രോസ് അറിയാം, സെബെദി പുത്രന്മാരും കേട്ടിട്ടുണ്ട്. അപ്പോൾ പത്രോസ് ഇതൊക്കെ ആ നാട്ടിൽ നടക്കുന്നതെല്ലാം അവർക്കെല്ലാം കേൾക്കുകയും കാണുകയൊക്കെ ചെയ്യുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് അവർക്ക് യാതൊന്നും സംശയിക്കേണ്ട, ഞങ്ങളെ വിളിക്കുന്നത് സാക്ഷാൽ യേശു കർത്താവാണ് എന്നറിഞ്ഞിട്ടുണ്ട്. അതാണ് പത്രോസ്, കർത്താവേ ഞാൻ പാപിയാണ്, എന്നിൽ നടന്നു പോകണം എന്ന് പറയുക. കാരണം അവർക്ക് മനസ്സിലായിട്ടുണ്ട് കർത്താവാണ് എന്നുള്ളത്. കാരണം തങ്ങളുടെ മേൽ കർത്തൃത്വം നടത്താൻ, അധികാരം പ്രയോഗിക്കാൻ കഴിവുള്ളതാണ്. പ്രപഞ്ചത്തിലെ സകല വസ്തുക്കളുടെയും സകല കാര്യങ്ങളുടെയും മേൽ എല്ലാത്തിൻ്റെ ഉടയവരാണ്, നമ്മുടെ എല്ലാവരുടെയും മേൽ അങ്ങനെ അധികാരമുള്ളവരാണ് കർത്താവെന്ന് വിളിക്കുന്നത്. കർത്തൃത്വം നടത്തുന്നയാൾ കർത്താവ്. അത് ദൈവമാണ്, ദൈവമല്ലാതെ ആരുമില്ല. അപ്പോൾ കർത്താവെന്ന് പറഞ്ഞപ്പോൾ ദൈവവുമാണ്. അപ്പോൾ അത് നേരത്തെ അവർക്ക് ആ ഉൾക്കാഴ്ച കിട്ടിയിട്ടുണ്ട്. പിന്നെ അതിനുള്ള ഒരു സാഹചര്യം, ഒരു നിമിത്തമുണ്ടാകണം. അതിനുവേണ്ടി ഇങ്ങനെ അവരും ഉള്ളിൽ ആഗ്രഹിച്ചിരുന്നതായിരിക്കണം എന്ന് തന്നെയാണ് നമ്മൾ കരുതേണ്ടത്. അതുകൊണ്ടാണ് വിളിച്ചപ്പോൾ ഉടനെ ഇറങ്ങിപ്പോയത്. പ്രിയപ്പെട്ടവരെ, നമ്മളിനി അതിൻ്റെ ബാക്കി ഭാഗം 12 മുതലുള്ള ഭാഗങ്ങൾ എടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ കഴിഞ്ഞ തവണ ഞാൻ പറഞ്ഞിരുന്നു, നിങ്ങൾ എൻ്റെ ചാനൽ ദി റിയൽ വേ ഒഫീഷ്യൽ ബൈബിൾ സ്റ്റഡി തോമസ് മീനത്തേതിൽ എന്നാണ് പേര്. ആ ചാനൽ എല്ലാവരും യൂട്യൂബിൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്തും കൂടെ കാണണം. ഞാനിപ്പോൾ ലൈക്ക് ചെയ്യാനൊന്നും ഒരിക്കലും പറഞ്ഞിട്ടില്ല. അപ്പോൾ ഇന്ന് ഈ കഴിഞ്ഞ ദിവസം ഞാൻ യാദർച്ഛയായിട്ട് ഞാനങ്ങനെ നോക്കാറില്ല. അപ്പം മറ്റ് പ്രസംഗങ്ങളൊന്നും അങ്ങനെ നോക്കാറില്ല, എനിക്കതിനുള്ള സൗകര്യം കിട്ടാറില്ല. അപ്പോൾ ഞാൻ അത് അപ്പോൾ കേട്ട് നമ്മളെ ദാനിയേൽ പൂർണ്ണത്തിലച്ഛൻ്റെ ആയിരുന്നു. അച്ഛൻ പൂർണ്ണത്തിലച്ഛൻ പറഞ്ഞിട്ട് ലൈക്ക് ചെയ്ത് കാണണം. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ യൂട്യൂബിൽ മാധ്യമങ്ങളിലൊക്കെ ധാരാളം ഇങ്ങനെയുള്ള വീഡിയോകളൊക്കെ വരുന്നുണ്ട്. വേണ്ടാത്തതും ചവറുകളെല്ലാം വരുന്നുണ്ട്. മനുഷ്യരെ നശിപ്പിക്കാനുള്ളതും കുട്ടികളെയും നശിപ്പിക്കാനുള്ളതെല്ലാം വരുന്നു. അപ്പോൾ ഇതെല്ലാം ഇങ്ങനെ തിങ്ങിക്കൂടി കിടക്കണം. അപ്പോൾ നമ്മളുടെ ഇത് ലൈക്ക് ചെയ്ത് കാണണം. അപ്പോഴാണ് അതിൻ്റെ റേറ്റിങ്. അപ്പോൾ ഇങ്ങനെ റേറ്റിങ് ഹൈ ആകുന്നത്. അപ്പോൾ അതിനനുസരിച്ച് അവർ മുൻഗണന കൊടുത്ത് ഇതിനെ പ്രോത്സാഹിപ്പിക്കും. അവരങ്ങോട്ട് കയറ്റിയിടും. നമ്മൾ ഇത് യൂട്യൂബ് തുറക്കുമ്പോൾ ചിലപ്പോൾ അത് കുറേ ഇത് കാണത്തില്ലേ, ആ വീഡിയോകളൊക്കെ, അതിൻ്റെ ആ കുറച്ച് ഫോട്ടോസ് വീഡിയോസൊക്കെ കാണുമല്ലോ. അപ്പോൾ അത് നമ്മുടെയും കാണും. അപ്പോൾ അതുകൊണ്ട് എല്ലാവർക്കും കാണാൻ തോന്നും. അപ്പം മറ്റുള്ള ഇതുകളൊക്കെ തിന്മയായിട്ടുള്ളതൊക്കെ പുറകോട്ട് മാറേണ്ടി വരും. അപ്പോൾ ഈ നന്മ, ദൈവത്തിൻ്റെ കാര്യങ്ങൾ മുൻപോട്ട് വരട്ടെ, നന്മയായിട്ടുള്ളത് അത് മുൻപോട്ട് വരട്ടെ, എല്ലാവരും കാണട്ടെ, എല്ലാവരെയും സ്വാധീനിക്കട്ടെ എന്ന് ഉള്ളതിനാണ് ലൈക്ക് ചെയ്യണം. അപ്പോൾ ഇത്രയും പേര് ലൈക്ക് ചെയ്യുന്നതുകൊണ്ടാണ് അതിന് ആ ഒരു ഗ്രേഡ് കിട്ടും. അല്ലാതെ മറ്റൊന്നിനുമല്ല. എനിക്ക് ഇത് പറയുന്നതിന് അച്ഛൻ പറഞ്ഞ പോലെ എനിക്കും പറയുന്ന എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നത്, മോശമായിട്ട് ആളുകൾ വിചാരിക്കും എന്നൊക്കെ വിചാരിച്ചു. പക്ഷേ അതല്ല. അപ്പോഴച്ഛനും കൂടെ പറഞ്ഞപ്പോൾ എനിക്ക് ബോധ്യമായി. ഇതിൻ്റെ കാര്യം ഇതാണ്. ഇത് മറ്റുള്ളവരുടെ മുൻപിൽ വിലപ്പെട്ടതായിട്ടുള്ള കാര്യങ്ങളാകണം കിട്ടുന്നത്, മറ്റേ ചപ്പുചവറുകളാകരുത്.
നശിപ്പിക്കുന്ന കാര്യം, മനുഷ്യരെ നശിപ്പിക്കുന്ന കാര്യങ്ങളാകരുത്. അപ്പോൾ ഇങ്ങനെയുള്ള ദൈവിക കാര്യങ്ങൾ മുൻപിൽ വരണം. അതിനുവേണ്ടിയാണ് ലൈക്ക് ചെയ്യണം. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോലും ലൈക്ക് ചെയ്യണം. ലൈക്ക് അറിയാമല്ലോ, സിമ്പിൾ. പിന്നെ സബ്സ്ക്രൈബ് ബെല്ലിൻ്റെ മണിയുടെ പടമുള്ളത്, അല്ലെങ്കിൽ ചിലപ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത് മാത്രമേ എഴുതിയിട്ടുള്ളതായിരിക്കും, അത് ചെയ്യണം. തീർച്ചയാണ് അത് ചെയ്തേ പറ്റുള്ളൂ. ചെയ്യണം, ലൈക്കും ചെയ്യണം. ചെയ്ത് നിങ്ങൾ കാണണം, മറ്റുള്ളവർ അതിൻ്റെ കൂടെ ഷെയർ ചെയ്യണം. ഇങ്ങനെ 3 കാര്യങ്ങളും ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഇത് ഷെയർ ചെയ്ത് എല്ലാവരിലും ഒന്ന് എത്തിക്കാൻ ശ്രമിക്കുക. മോശപ്പെട്ട കാര്യങ്ങളൊന്നുമല്ല, എല്ലാവരും അറിഞ്ഞോട്ടെ. എല്ലാവർക്കും അതിൻ്റെ നന്മകളും അനുഗ്രഹങ്ങളും ദൈവത്തിൽ നിന്ന് കിട്ടട്ടെ. എല്ലാ മതത്തിലുള്ളവർക്കും നമ്മൾ അത് ഷെയർ അയക്കാം. ഇവരൊക്കെ എപ്പോഴെങ്കിലും ഒന്ന് നോക്കിക്കോട്ടെ പ്രിയപ്പെട്ടവരെ. അപ്പോൾ അതുകൊണ്ട് അതിനെ മടിക്കരുത്, മോശമായിട്ടൊന്നും വിചാരിക്കരുത്. ഞാൻ പറഞ്ഞല്ലോ, സുവിശേഷ പ്രവർത്തനത്തിൽ ഒരു നന്മ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുന്നതിൽ ഇങ്ങനെ ചെയ്യുന്നവരും കൂടെ പങ്കാളികളാകുകയാണ്. സ്വന്തമായിട്ട് ചെന്ന് പ്രസംഗിക്കാതെ പഠിപ്പിക്കാൻ ഇതിനെന്തിനാന്നൊക്കെ വിചാരിച്ച് നമ്മൾ സമയമില്ലെങ്കിൽ സമയമില്ല, അപ്പോൾ അല്ലെങ്കിൽ അതൊക്കെ എന്തിനാണെന്നൊക്കെ വിചാരിക്കും. അപ്പോൾ അങ്ങനെയുള്ളവർക്കും കൂടെ ഇത് ഇത്രയും ചെയ്യുമ്പോൾ, ഈ 3 കാര്യങ്ങളും കൂടെ ചെയ്യുമ്പോൾ ആ സുവിശേഷ പ്രചരണത്തിൻ്റെ പ്രഘോഷണത്തിൻ്റെ അനുഗ്രഹം നിങ്ങൾക്കും കൂടെ കിട്ടും. അങ്ങനെ ചെയ്യുന്നവർക്കും കൂടെ കിട്ടും. ശരി, നമ്മൾ കാര്യത്തിലേക്ക് കടക്കാം. മറന്നു പോകരുത്. നമ്മൾ അടുത്ത 12-ാം വാക്യത്തിൽ, പിന്നീട് ഒരിക്കൽ യേശു ഒരു പട്ടണത്തിലായിരിക്കുമ്പോൾ ഒരു കുഷ്ഠരോഗി വന്ന് അവനെ കണ്ട് സാഷ്ടാംഗം വീണ് പ്രാർത്ഥിച്ചു. ഇതെല്ലാം കഫർനാമിലാണ് നടക്കുന്നത്. അപ്പം കഫർനാം പട്ടണത്തിലാണ് എന്ന് മനസ്സിലാക്കണം. പിന്നെയുള്ള കാര്യങ്ങൾ അതൊക്കെ കാണാൻ സാധിക്കും. വീണ് പ്രാർത്ഥിച്ചു. കാരണം ഈ ഇതുവരെയുള്ള കാര്യങ്ങളെല്ലാം അങ്ങനെയാണ്. ഇത് ഗലീലിയിലാണ് കർത്താവിൻ്റെ ഈ ഒരു നടക്കുന്നത്. ഈ ശുശ്രൂഷ ഇപ്പോൾ ഒന്ന് കേന്ദ്രീകരിച്ചിരിക്കുന്നത് ഗലീലി പ്രോവിൻസാണ്. അപ്പോൾ ഇത് 5 അല്ലെങ്കിൽ ഗലീലി ആ ഭാഗം 5-ാം അധ്യായത്തിൽ ഇത് കടൽക്കര അല്ലെങ്കിൽ ആ കായലിൻ്റെ തടാകത്തിൻ്റെ കരയിലാണ്. ഇത് പട്ടണത്തിലുമാണ്. ഇനിയും അങ്ങനെ ആയിരിക്കുമ്പോൾ ഒരു കുഷ്ഠരോഗി വന്ന് അവനെ കണ്ട് സാഷ്ടാംഗം വീണ് പ്രാർത്ഥിച്ചു, കർത്താവേ, അങ്ങേക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കാൻ കഴിയും. അങ്ങേക്ക് മനസ്സുണ്ടെങ്കിൽ കർത്താവിനെ എല്ലാവരെയും സുഖപ്പെടുത്താനാണ്, ബന്ധിതരെ മോചിപ്പിക്കാനാണ്, ബന്ധനങ്ങളൊക്കെ അഴിച്ചുവിടാനാണ്. രോഗത്തിൻ്റെ ആയാലും ഏത് വിധത്തിലുള്ള ബന്ധനങ്ങൾ അഴിച്ചുവിടാനാണ് വന്നിരിക്കുന്നത്. അപ്പോൾ മനസ്സ് ഉണ്ടെങ്കിൽ എന്ന് പറഞ്ഞാൽ അവൻ്റെ അനുഭവിക്കുന്ന അന്നത്തെ സാമൂഹ്യ സാംസ്കാരിക പശ്ചാത്തലം അതാണ്, മതപരമായിട്ടുള്ള പശ്ചാത്തലമൊക്കെ അവൻ്റെ ചുറ്റുപാടും അവൻ അനുഭവിക്കുന്ന അവൻ്റെ മോശപ്പെട്ട അവസ്ഥ ആണ് അത് കാണിക്കാൻ അവൻ പറയുന്നത്. അതുകൊണ്ടാണ്, അല്ല കർത്താവിന് മനസ്സിലാത്തവനെന്നുള്ളതല്ല പറയുന്നത്. അപ്പോൾ അത് മനസ്സുള്ളവനായിട്ടാണെന്ന് വിശ്വസിക്കുന്നുകൊണ്ടാണല്ലോ വന്നത്. ഒരു കുഷ്ഠരോഗിക്ക് അന്ന് വെളിയിലിറങ്ങി നടക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഇത് മലയാളത്തിൽ പറയുമ്പോൾ ഒരു കുഷ്ഠരോഗി എന്നേ പറയുന്നുള്ളൂ. ലൂക്കായുടെ സുവിശേഷം തന്നെ ഇംഗ്ലീഷിൽ റിവൈസ്ഡ് എഡിഷനിൽ, അതായത് ഒന്നും കൂടെ പരിഷ്കരിച്ച് പ്രസിദ്ധീകരിച്ച റിവൈസ്ഡ് എഡിഷനിൽ പറയുന്നത് ഫുൾ ഓഫ് ലെപ്രസി എന്നാണ്. അപ്പോൾ അതായത് ശരീരം മുഴുവനും, ദേഹം മുഴുവനും കുഷ്ഠരോഗം നിറഞ്ഞവൻ എന്നാണ്. അപ്പോൾ ഇവിടെ അത് പറയുന്നില്ല, ഒരു കുഷ്ഠരോഗി എന്ന് മാത്രമേ പറയുന്നുള്ളൂ. അപ്പോൾ എന്തുകൊണ്ടാണ് ഫുൾ ഓഫ് ലെപ്രസി എന്ന് പറയുമ്പോൾ അയാൾ വിശുദ്ധ സുവിശേഷകൻ അതിൻ്റെ സീവിയർനെസ് നമ്മൾ സാഹചര്യത്തിൻ്റെ സംഭവത്തിൻ്റെ മനസ്സിലാക്കാൻ വേണ്ടിയാണ്. അങ്ങനെയുള്ള ഒരാൾക്ക് വെളിയിലിറങ്ങി നടക്കാൻ സാധിക്കുകയില്ല. എന്നിട്ടും യേശുവിനെ കാണാൻ അവൻ വന്നവന് സുഖമാണ്. അങ്ങനെയുള്ള ധാരാളം സംഭവങ്ങൾ നമ്മൾക്ക് സുവിശേഷത്തിൽ കാണാം. അന്നത്തെ സാമൂഹ്യ പശ്ചാത്തലം, മതപരമായ പശ്ചാത്തലത്തിലൊന്നും ഇതൊന്നും സാധിക്കത്തില്ല. കുഷ്ഠരോഗി അടുപ്പിക്കത്തില്ല. അവൻ ഒതുങ്ങി മാറി കഴിയേണ്ടവനാണ്. ജനക്കൂട്ടത്തിൽ വരാൻ പാടില്ല. അവനെ സുഖമായാൽ തന്നെ ലേവ്യ പുസ്തകത്തിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ, പരിഹാര കാര്യങ്ങളെല്ലാം, ശുദ്ധീകരണ കാര്യങ്ങളെല്ലാം അവൻ ചെയ്തേ പറ്റത്തുള്ളൂ. ദേവാലയത്തിൽ പോയി പുരോഹിതന്മാരെ കാണിച്ചുകൊണ്ട് ഇതെല്ലാം ചെയ്യിക്കണം. അപ്പോൾ അങ്ങനെയുള്ള ഒരാൾ അത് അല്പമൊന്നുമല്ല, ശരീരം മുഴുവനും കുഷ്ഠൻ നിറഞ്ഞ ഒരു മനുഷ്യനാണ് വന്ന് പറയുന്നത്, അങ്ങേക്ക് മനസ്സുണ്ടെങ്കിൽ സാഷ്ടാംഗം വീണ് പ്രാർത്ഥിക്കുകയാണ്, മനസ്സുണ്ടെങ്കിൽ ശുദ്ധനാക്കാൻ കഴിയും. അപ്പോൾ ശുദ്ധനാക്കാൻ, അപ്പോൾ അങ്ങനെയുള്ള ആ സാഹചര്യത്തിൽ
കർത്താവ് അവിടെ എങ്ങനെയാണ് ഇടപെടുന്നത്? അവനെ കർത്താവ് കൈ നീട്ടി അവനെ തൊട്ടുകൊണ്ട് പറഞ്ഞ് എനിക്ക് മനസ്സുണ്ട്. അവർ പറയുന്നത് അങ്ങനെയല്ല, അവനെ ഇങ്ങനെ പിടിച്ചുകൊണ്ട് ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു എന്നാണ് ഇംഗ്ലീഷിൽ പറയുന്നത്. അപ്പോഴത് അവനെ കൈ നീട്ടി അവനെ തൊട്ടുകൊണ്ട്, മലയാളത്തിൽ ഈ ട്രാൻസ്ലേഷനിൽ അല്പം അതിൻ്റെ ആ സീരിയസ്നെസ് നഷ്ടപ്പെടുന്നുണ്ട്, അതിൻ്റെ ആ അതിൻ്റെ സീരിയസ്നെസ് നഷ്ടപ്പെടുന്നുണ്ട് ആ സംഭവത്തിൻ്റെ അല്പം. അപ്പോൾ മനസ്സുകൊണ്ട് നിനക്ക് ശുദ്ധി ഉണ്ടാകട്ടെ, തൽക്ഷണം കുഷ്ഠം അവനെ വിട്ടുമാറി. യേശു അവനോട് പറഞ്ഞ ഇക്കാര്യം നീ ആരോടും പറയരുത്, പോയി നിന്നെ തന്നെ പുരോഹിതന് കാണിച്ചു കൊടുക്കുകയും മോശ കൽപ്പിച്ചിട്ടുള്ളതനുസരിച്ച് ജനങ്ങൾക്ക് സാക്ഷ്യത്തിനായി ശുദ്ധീകരണ കാഴ്ചകൾ സമർപ്പിക്കുകയും ചെയ്യുക. എന്താ ഈ കാര്യം ആരോടും പറയരുതെന്ന് പറഞ്ഞ? കർത്താവ് ക്രിസ്തുവാണ്, അവർക്കറിയാം ദാവീദിൻ്റെ പുത്രനാണ്, ക്രിസ്തുവാണ് എന്ന് പലർക്കും അറിയാം. പരിശുദ്ധാത്മാവ് അത് അവർക്ക് അവരുടെ ഹൃദയങ്ങൾ തുറന്നു കൊടുക്കുന്നുണ്ട്. ബോധനങ്ങൾ പലരും പറയുന്നില്ല, ദാവീദിൻ്റെ പുത്ര എന്നിൽ കനിയണമേ എന്നെല്ലാവരും ഒക്കെ വിളിച്ച് പറയുന്നുണ്ട്, ഇങ്ങനെയുള്ള രോഗികളും എല്ലാം. അപ്പോൾ അത് അവർക്കറിയാം, മറ്റുള്ളവരെ അത് അംഗീകരിക്കാൻ പോകുന്നില്ല പരിസര. അപ്പം കൂടുതൽ കുഴപ്പങ്ങൾ ആ പരസ്യ ജീവിതകാലത്ത് ഉണ്ടാകരുത്. കാരണം മറ്റവർ കൂടുതൽ തടസ്സങ്ങളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കും. ആരാ? മതപുരോഹിതന്മാർ, സദുക്കായർ, പിന്നെ ഫരിസേയർ, നിയമജ്ഞർ, ഈ മൂന്ന് കൂട്ടരും ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കും. അതുകൊണ്ടാണ് പറയുന്നത് ഈ കാര്യങ്ങൾ നീ ആരോടും പറയണ്ട, നീ പോയി നിന്നെ തന്നെ കാണിച്ചുകൊണ്ട് ഞാൻ ശുദ്ധനായി എന്ന് പറയുക. മറ്റുള്ള കാര്യങ്ങളൊന്നും ആരോടും വിസ്തരിക്കാൻ പോകണ്ട. എന്നിട്ട് മോശ കൽപ്പിച്ചതനുസരിച്ചുള്ള ലേവ്യരുടെ പുസ്തകത്തിൽ ഉള്ള ശുദ്ധീകരണ കാഴ്ചകളെല്ലാം സമർപ്പിക്കുക എന്നാണ്. എന്നാൽ യേശുവിൻ്റെ കീർത്തി പൂർവാധികം വർദ്ധിച്ചതേ ഉള്ളൂ. അവൻ്റെ വാക്ക് കേൾക്കുന്നതിന് രോഗശാന്തി നേടുന്നതിനും വേണ്ടി വളരെ ആളുകൾ തിങ്ങിക്കൂടി. കാരണം ഈ പറഞ്ഞ മനുഷ്യൻ വളരെ അധികമായിട്ട് അങ്ങ് പ്രചരിപ്പിക്കാൻ തുടങ്ങി. എല്ലായിടത്തും ഓടി നടന്ന് അവൻ്റെ സന്തോഷം കൊണ്ട്. കർത്താവ് അങ്ങനെ പറഞ്ഞെങ്കിലും അവന് കിട്ടിയ ആ മോചനം, അവന് സമൂഹത്തിൽ അവനൊരു പുരുഷനാണ്, സമൂഹത്തിലെ ഒരു മനുഷ്യനായി അവൻ തീർന്നു. ഇതാണ് ഇന്നും പ്രിയപ്പെട്ടവരെ മിഷണറിമാരെയും സുവിശേഷകരെയും സുവിശേഷ പ്രഘോഷകരെയും ശുശ്രൂഷകരെയൊക്കെ അപകീർത്തിപ്പെടുത്തുമ്പോൾ, മറ്റൊരുത്ത് മിഷൻ പ്രദേശങ്ങളിൽ പ്രവർത്തനം നടത്തുമ്പോൾ നിങ്ങൾ ഓരോരുത്തരും പലരും പറയുന്നുണ്ടല്ലോ, ഈ ഒരു കാര്യമാണ് ഞങ്ങൾക്ക് കർത്താവ് പറഞ്ഞിട്ടുള്ളതാണ് ചെയ്യുന്നത്, അത് അവരെ ആ കൃത്യമാണ് ചെയ്യുന്നത്. അവരുടെ ആ സന്തോഷം, അവരെ മോചനം കൊടുത്തു, അവരെ ബന്ധനത്തിൽ നിന്ന് അശുദ്ധമായ സംസ്കാരം, കിരാതമായ രീതിയിൽ നിന്നൊക്കെ അവന് മോചനം കൊടുത്ത് സമൂഹത്തിൽ ഉന്നതനായി തീർന്നു. അവൻ ഉന്നതരുടെ കൂടെയായി. ആരാ ഉന്നതർ? നമ്മളെ സംസ്കാര സമ്പന്നരെന്ന് നാം വിശേഷിപ്പിക്കും നമ്മളൊക്കെ തന്നെ, അല്ലേ? ഇതാണ് ഇന്ന് വടക്കേ ഇന്ത്യയിലും വടക്കൻ കിഴക്കൻ സംസ്ഥാനങ്ങളിലും തമിഴ്നാട്ടിലും കർണാടകയിലും ആന്ധ്രയിലും ഒക്കെ ചെയ്ത് നിങ്ങൾ ഒതുക്കി തള്ളി കഴിഞ്ഞ് നീചരായ പുഴുക്കളെപ്പോലെ, ഉറുമ്പുകളെപ്പോലെ ചവിട്ടി തേച്ച് കളയുന്ന ആ മനുഷ്യരുടെ മുൻപിൽ, എല്ലാവരുടെയും മുൻപിൽ നിവർന്ന് നിൽക്കാൻ കഴിവുള്ള മനുഷ്യരായിട്ട് അവർ മാറും. അവർ കാരണം ദൈവാത്മാവ് അവരിൽ പ്രവർത്തിക്കുന്നുണ്ട്. ദൈവത്തിൻ്റെ ജീവശ്വാസം ഊതിവിട്ടാണ് അവരെ മനുഷ്യരാക്കി അവർക്ക് ജീവൻ കൊടുത്തത്. ആ മനുഷ്യരെങ്ങനെയായിരുന്നാലും ഏത് അശുദ്ധിയിലുള്ളവരായാലും അവരെ നഷ്ടപ്പെടുത്താൻ, അവരെ ഉപേക്ഷിക്കാൻ ഒരു ക്രിസ്ത്യാനിക്കും കഴിയില്ല. അതുകൊണ്ടാണ് ക്രിസ്ത്യാനികൾ ഇതിന് നടത്തുന്നത്. എന്നിട്ട് മതം മാറ്റാൻ നടക്കുന്നുവെന്ന് ചില അല്പജ്ഞർ പറയുന്നുണ്ട്. ചില ഒരു നായർ സമുദായത്തിൽപ്പെട്ട ഒരു മനുഷ്യനാണ്, ഞാനും പറയില്ല, ഫേസ്ബുക്കിലൊക്കെ ഇടുന്ന ദിവസമായിട്ട് ഇതേ ഉള്ളൂ ആ മനുഷ്യന് കുറച്ച് പേർക്ക്. എന്നിട്ട് അതിന് അനുകൂലമായിട്ട് കുറച്ച് പേര് ഈ കമൻറ്റ് ചെയ്യാനും കൂടി ഇരിക്കുന്നു. ഇവർക്കൊക്കെ ഇതേ ഉള്ളൂ. എന്താ അല്പം ഞാൻ പലപ്പോഴും പറയാറ്, നിങ്ങളുടെ മതം പഠിക്കുക, നിങ്ങളുടെ സാമൂഹിക സംസ്കാരങ്ങൾ എങ്ങനെയായിരുന്നു, ഇപ്പോഴെങ്ങനെയാണ്, ഇങ്ങനെയായതിൻ്റെ കാരണം എങ്ങനെയാണ്, അതിനുള്ള വഴി വെച്ചത് എന്താണ് എന്നെല്ലാം കണ്ടുപിടിച്ച് പഠിച്ചിട്ട് വേണം നിങ്ങൾ ഇവരെയൊക്കെ അധിക്ഷേപിക്കുക. അല്ലെങ്കിൽ ആ മിഷണറിമാരും മറ്റേ ഉള്ളവരുമൊക്കെ ഇപ്പോഴത്തെ മിഷൻ പ്രവർത്തനം ചെയ്യുന്നവരും മുൻപ് ചെയ്തിരുന്നവരും അവരെ ഈ മനുഷ്യരെ ഈ പരുവത്തിലാക്കിയവരും ഒക്കെ ഉണ്ടായിരുന്നു. ഇന്ന് ഇപ്പോൾ ചെയ്യുന്നത് പോലെ നിങ്ങളെ ഇങ്ങനെ ആക്കി തീർത്തുകൊണ്ടാണ് നിങ്ങളിപ്പോൾ ഇങ്ങനെ വന്നിരുന്ന് സംസാരിക്കുകയും ഇങ്ങനെ വലിയ മനുഷ്യരായിട്ട് മനുഷ്യരുടെ സമൂഹത്തിൽ നിൽക്കുന്നതും ചെയ്യുന്നതെന്ന് ഇവർ മനസ്സിലാക്കുന്നില്ല. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ളത് ഒന്ന് ചിന്തിക്കണമെന്ന്.
കിരാതരായിട്ട് കഴിഞ്ഞിരുന്ന സമൂഹങ്ങളായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. കുറച്ച് ഉയർന്ന തലത്തിൽ ക്ഷത്രിയരും ബ്രാഹ്മണരും മാത്രം വൈശ്യരും മാത്രമായിട്ടുള്ള ഒരു സമൂഹം. അവരാണ് ഉന്നതർ. ബാക്കിയുള്ളവരെല്ലാം കിരാതരായിട്ട് അടിമകളായിട്ട്, അതിലും ഈ ബാക്കിയുള്ളവരൊക്കെ അതിനും താഴെയായിട്ടുള്ളവർ, വെറും ചവിട്ടി തേക്കുന്ന ഒരു വിലയില്ലാത്തവർ മനുഷ്യർ. അവരൊക്കെ നടന്നിക്കുമ്പോൾ 100 അടി വരെ അകലത്തിൽ നിൽക്കണം ഓരോ ചില ജാതിക്കാർ. അങ്ങനെയൊക്കെ ഉള്ളവർ അവർ കാണരുത് ഇവിടെ നിൽക്കുന്നത്, അങ്ങനെ മറഞ്ഞു നിൽക്കണം. ഈ സംസ്കാരത്തിലൂടെ തിരിച്ചു കൊണ്ടുപോകാനല്ലേ നിങ്ങൾ ഇപ്പോൾ അങ്ങനത്തെ തത്രപ്പെടുന്നത്? മതം മാറ്റുന്നത് ആരെയും മതം മാറ്റുന്നില്ല, അവരെ മനുഷ്യരാക്കിയെടുക്കുകയാണ് ഞങ്ങൾ ചെയ്യുന്നത്. മനുഷ്യരാക്കിയെടുക്കാൻ നിങ്ങളെപ്പോലെ ആകരുത്. നിങ്ങൾക്ക് നിഷ്കർഷയുണ്ട്, നിങ്ങൾക്ക് അത് സഹിക്കാൻ പറ്റത്തില്ല. മനുഷ്യരാണെന്നുള്ളത് പറയാനും മറ്റുള്ളവർ മനസ്സിലാക്കുന്നതിനും വേണ്ടി സമൂഹം അങ്ങനെ മനസ്സിലാക്കരുതെന്ന്. ഇപ്പോൾ നമ്മൾ 150 കുടുംബങ്ങളെ യു പിയിലാണ്, മധ്യപ്രദേശിലാണ് അവരെ മതം മാറിയ ഒരു വില്ലേജ് മുഴുവനുമാണ്. അവരെ തിരിച്ചു കൊണ്ടുവന്ന് ഹർ വാപ്പസി നിർബന്ധിത മതപരിവർത്തനം, ഭീഷണിയായാലും അവരെ ഉപദ്രവിച്ചും ഭീഷണിപ്പെടുത്തിയും നിർബന്ധിച്ച് മതപരിവർത്തനം ചെയ്ത് ആരാ? ഈ പരിവാറുകൾ, സേനകൾ ഒക്കെയാണ് ചെയ്തത്. അല്ല, ക്രിസ്ത്യാനികൾ ഒരിക്കലും ചെയ്യത്തില്ല. അങ്ങനെ ചെയ്ത് അവരെ തിരിച്ച് അവർ ഹിന്ദു മതത്തിലേക്കെന്ന് പറയുന്നത്, ഹിന്ദുമതം എന്നാ എപ്പോഴാണ് ഉണ്ടായതെന്നൊക്കെ ഞാനിതൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഒന്ന് ചിന്തിക്കണം. ഇപ്പോൾ ഇതൊക്കെ അവർക്ക് ഹിന്ദുമതമൊന്നുമില്ല, എന്നിട്ട് അവരെ ഹിന്ദുമതത്തിലേക്ക് കൊണ്ടുവരുന്നത്. നിങ്ങൾ ചോട്ടെ, അവർ മനുഷ്യരായിട്ട് ജീവിച്ചുകൊണ്ടിരുന്ന അവരെ നിങ്ങളിപ്പോൾ ആ കൊണ്ടുപോയ 150 കുടുംബങ്ങളെ നിങ്ങൾ മനുഷ്യരായിട്ട് ഇപ്പോൾ കാണുന്നുണ്ടോ? നിങ്ങളുടെ ഭവനങ്ങളിൽ അവരെ സ്വീകരിക്കുമോ? നിങ്ങളുടെ മുറ്റത്ത് കയറ്റുമോ? അവർ നിങ്ങളുടെ അതുപോലുള്ള തുണികൾ ഉടുക്കാൻ, ധരിക്കാൻ നിങ്ങൾ സമ്മതിക്കുന്നുണ്ടോ? അവരുടെ കുട്ടികളെ നിങ്ങളുടെ കുട്ടികളുടെ കൂട്ടത്തിൽ പഠിപ്പിക്കാൻ അനുവദിക്കുന്നുണ്ടോ? സമൂഹത്തിൽ അവർ മാന്യമായിട്ട് ജീവിക്കാൻ നിങ്ങൾ അനുവദിക്കുന്നുണ്ടോ? അവരെ കൊണ്ടുപോയിട്ട് നിങ്ങൾ ഇങ്ങനെ ചെയ്യരുത്, അത് ദോഷമാണ്. എന്നിട്ട് അവരെ എന്നിട്ട് അവരെ അങ്ങ് മാറ്റി സനാതന ധർമ്മത്തിലേക്ക് എന്ന് ഊറ്റം കൊള്ളുന്നു. എന്തുവാണത്? ഞാൻ അതിനെപ്പറ്റി കൂടുതൽ പറയുന്നില്ല. അതിനുവേണ്ടി ഞാൻ പ്രത്യേകമായിട്ടൊരു വീഡിയോ ചെയ്യാം. വിവരക്കേടുകളോ അല്പജ്ഞതയൊക്കെ പറയുന്നവരോട് ഞാൻ എന്തിനാ നമ്മൾ കൂടുതൽ പറയുന്നത്? അതൊക്കെ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. അവർക്കും ഈ ഇതുപോലുള്ള പാവങ്ങളുടെ ബോധം അവർക്കും കൊടുക്കട്ടെ. അപ്പോൾ അവിടുന്ന് പൂർവാധികം വ്യാപിച്ചതേ ഉള്ളൂ. അതുകൊണ്ട് എല്ലാവരും അവർ വാക്ക് കേൾക്കുന്നതിന് വേണ്ടി, ഈ യോഗശാന്തി എഴുതുന്നതിന് വേണ്ടി വളരെ ആളുകൾ തിങ്ങിക്കൂടി. അപ്പോൾ അവനാകട്ടെ 16-ാം വാക്യം, വിജന പ്രദേശങ്ങളിലേക്ക് പിൻവാങ്ങി അവിടെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നതാണ്. വിജന പ്രദേശങ്ങളിലേക്ക് എന്ന് പറയുന്നത് കർത്താവിനവിടെ സമയം കിട്ടത്തില്ല ഒന്ന് പ്രാർത്ഥിക്കാൻ പോലും. എന്തിനാണ് പ്രാർത്ഥിക്കുന്നത്? കണ്ടോ, നമ്മൾ കർത്താവോടെ സമയം കണ്ടെത്തുന്നു. എപ്പോഴായാലും ചിലപ്പോൾ പാതിരാത്രി വരെ ആയിരിക്കും ഈ ശുശ്രൂഷകളൊക്കെ നടക്കുന്നത്, രാത്രിയിലൊക്കെ ആയിരിക്കും. എന്നാലും ദൈവവുമായിട്ടുള്ള ബന്ധം, പിതാവുമായിട്ടുള്ള ബന്ധം വിടാതിരിക്കാൻ എന്താണ് ചെയ്യേണ്ടുന്നത്, എങ്ങനെയാണ് ചെയ്യേണ്ടുന്നത്, എന്താണ് പറയേണ്ടുന്നത്, എങ്ങനെയാണ് പറയേണ്ടുന്നത്, എവിടെയാണ് പറയേണ്ടുന്നത് എന്ന് പിതാവാണ് പറഞ്ഞു കൊടുക്കുന്നത്. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ അത് പറയുന്നുണ്ട്. എൻ്റെ സ്വന്തമല്ല ഞാൻ ഈ പറയുന്നത്, ഞാൻ ഈ ചെയ്യുന്നത് എൻ്റെ സ്വന്തമല്ല, പിതാവ് കാണിച്ചു തരുന്നത്, പിതാവ് പറഞ്ഞു തരുന്നത് മാത്രമാണ്. അപ്പോൾ അതിനുള്ള സമയം, പിതാവുമായിട്ടുള്ള സംവാദത്തിനുള്ള സമയത്തിനാണ് അവിടെ സംവദിക്കാൻ, അവിടെ പോവുകയാണ് പ്രാർത്ഥിക്കാനുണ്ട് വിജന പ്രദേശത്തേക്ക്. അപ്പോൾ ശല്യങ്ങളില്ലല്ലോ, ഒഴിഞ്ഞു പോവുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ ലോകത്തിൻ്റേതായിട്ടുള്ള കാര്യങ്ങൾ, ഓരോ നേട്ടങ്ങൾ നേടുന്നതിന് വേണ്ടി, ആർജിക്കാൻ വേണ്ടി എന്തെല്ലാം ഓട്ടങ്ങൾ എല്ലാം നമ്മൾ നടത്തുന്നത്. നമുക്ക് പ്രാർത്ഥിക്കാൻ സമയമുണ്ടോ? അതിൻ്റെ ഇടയ്ക്ക് പരിപൂർണമായിട്ടുള്ള നമ്മുടെ പ്രാർത്ഥനകൾ നടത്താറുണ്ടോ എന്ന് നമ്മളൊന്ന് ആത്മശോധന ചെയ്യണം. എന്തിനാണ് ലൂക്ക ഇവിടെ സുവിശേഷൻ ഇത് പറഞ്ഞിരിക്കുന്നത്? കർത്താവ് ഇങ്ങനെയാണ് ചെയ്ത് മാതൃക കാണിച്ചത്, നമ്മൾ ഇതാണ് ചെയ്യണത്, നിങ്ങളും ഇതാണ് ചെയ്യണത് നമ്മളോട് പറയുകയാണ്. നമ്മളിതാണ് ചെയ്യേണ്ടുന്നത്. ലൂക്കായുടെ സുവിശേഷത്തിൽ എപ്പോഴും കാണാൻ കർത്താവ് വിജന പ്രദേശങ്ങളിലേക്ക് പോയി തനിയെ ഇരുന്ന് അവൻ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. രാത്രി മുഴുവനും പ്രാർത്ഥനയിലായിരുന്നു. അപ്പോൾ അങ്ങനെ വിജന പ്രദേശങ്ങളിലേക്ക് പോയി കർത്താവ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. നമ്മളുടെ ജീവിതവും കൂടെ അങ്ങനെ ആകണമെന്ന്. കർത്താവിൻ്റെ ശിഷ്യരാണ് നമ്മൾ, യേശുവിൻ്റെ ശിഷ്യരാണ് ക്രിസ്ത്യാനി എന്ന് പറയുമ്പോൾ. അവൻ ദ്വിജനാണ്, 2ാം ജന്മം പ്രാപിച്ച് കർത്താവിൻ്റെ കൂടെ യേശുവിൻ്റെ കൂടെ ആയിരിക്കുന്നവനാണ്. അതുകൊണ്ടാണ് അവനെ ക്രിസ്ത്യാനി എന്ന് വിളിക്കുന്നത്. ക്രിസ്തുവിനെ അനുകരിക്കുന്നവൻ അവൻ 2ാം ജന്മം എടുക്കണം.
അങ്ങനെയാണ്. ആരും ഒന്ന് ഞാൻ നേരത്തെ പറയില്ല മതം മാറ്റാനല്ല കേട്ടോ ഞങ്ങൾ പറയാം, അവരെ മനുഷ്യരാക്കാൻ, നിങ്ങൾ ബന്ധിച്ചിട്ടിരിക്കുന്ന ആ ബന്ധനം അഴിച്ചു വിടാൻ, സാമൂഹികമായിട്ടും മതപരമായിട്ടും സാംസ്കാരികപരമായിട്ടുള്ള ആ ബന്ധനം മാറ്റാൻ വേണ്ടി മാത്രമേ ശ്രമിക്കുന്നുള്ളൂ. അത് സഹിക്കാൻ വയ്യാത്ത നിങ്ങൾ പല രീതിയിലും ദ്രോഹിക്കുന്നുണ്ട്. നിങ്ങളാണ് നിർബന്ധിത മതപരിവർത്തന ഭീഷണി കൊണ്ടും ഉപദ്രവം കൊണ്ടും ഉപദ്രവങ്ങൾ ഏൽപ്പിച്ചും ഒക്കെ ചെയ്യുന്നത്, ബലാത്കാരമായിട്ട് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഞങ്ങളല്ല, ക്രിസ്ത്യാനികളല്ല. മനസ്സിലാക്കാതെ അതിനെപ്പറ്റി കമൻറ്റുകളും സംസാരങ്ങളും ഒക്കെ പ്രസ്താവനകളും ഒന്നും വേണ്ട. ഇത് തന്നെ ജോലിയായിട്ടിരിക്കുന്നത്. മനസ്സ് കശ്മലരാണ് അങ്ങനെ ചെയ്യുന്നവർ, കശ്മലരായ മനുഷ്യരാണ്. അവരുടെ മനസ്സുകൾ ഏറ്റവും ദുഷിച്ചതാണ്. എല്ലാം ചീഞ്ഞളിഞ്ഞ് കിടക്കുന്ന ഓടകളെ പോലെ വേസ്റ്റുകൾ ദുർഗന്ധം വമിക്കുന്നതാണ്. അതുകൊണ്ടാണ് അവർക്ക് ഇതൊക്കെ കഴിയുന്നതെന്ന് മനസ്സിലാക്കാൻ കഴിയാത്തത്. ഇതെല്ലാം ഈ ഗന്ധമെല്ലാം ഗന്ധമെല്ലാം ചീഞ്ഞളിഞ്ഞ് എല്ലാം മനസ്സ് ബോധതലങ്ങളെല്ലാം അങ്ങ് നിറഞ്ഞ് നിൽക്കുകയാണ്. അതുകൊണ്ടാണ് അവർക്ക് ഇതൊക്കെ സാധിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് അങ്ങനെ ഒരു ദിവസം യേശു പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ 17-ാം വാക്യം, ഗലീലയിലെ എല്ലാ ഗ്രാമങ്ങളിൽ നിന്നും യൂദയായിൽ നിന്നും ജെറുസലേമിൽ നിന്നും ഫരിസേയരും നിയമാധ്യാപകരും അവിടെ വന്നുകൂടി. പ്രിയപ്പെട്ടവരെ, അതൊന്നും മനസ്സിലാക്കണം. അപ്പോൾ യേശു അങ്ങനെ ഇങ്ങനെ ആ പ്രദേശങ്ങൾ ഗലീലി മുഴുവനും യൂദയ മുഴുവനും അന്നത്തെ പ്രദേശങ്ങൾ മുഴുവനും കർത്താവിൻ്റെ കീർത്തി എല്ലായിടത്തും വ്യാപിച്ചു. എല്ലാവരും പറഞ്ഞു കിട്ടാണ്. വാഹന സൗകര്യം ഇല്ലെങ്കിലും ഇങ്ങനെ പറഞ്ഞ് അടുത്തുള്ള അറിഞ്ഞ്, പിന്നെ സിനഗോഗുകളിലൊക്കെ പോകുമ്പോൾ എല്ലാവരും അറിയും. കർത്താവ് എല്ലായിടത്തും യേശു പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. സിനഗോഗുകളിലൊക്കെ പഠിപ്പിക്കുന്ന കിട്ടുന്നത് അവസരങ്ങളിലൊക്കെ, സാപത്തുകളിലൊക്കെ. അപ്പോൾ ഇതൊക്കെ അങ്ങനെ പറഞ്ഞു കേട്ട് ഞങ്ങളുടെ സിനഗോഗിൽ ഇങ്ങനെ ഉണ്ടായിരുന്നു, ഇങ്ങനെ ഒരാൾ വന്ന് പഠിപ്പിച്ചു, അങ്ങനെ പഠിപ്പിക്കുന്നുണ്ട്, അങ്ങനെ ശക്തനായ പ്രവാചകനാണ്. ഇങ്ങനെ ഒരു പ്രവാചകന്മാരും ധൈര്യപൂർവ്വം ഇങ്ങനെ പഠിപ്പിച്ചിട്ടില്ല, അധികാരപൂർവമായിട്ട് ആധികാരികതയോടുകൂടി പഠിപ്പിച്ചിട്ടില്ല. ഈ യേശു മാത്രമാണ് പഠിപ്പിക്കുന്നത്. അപ്പോൾ ഇവരൊക്കെ പറയുന്നുണ്ട്, എല്ലാവരും പറയുന്നത്, പക്ഷേ അയാൾ ആരാ? യോസഫിൻ്റെയും മറിയത്തിൻ്റെയും മകനാണ്, ഒരു തച്ചനാണ്, അത് ഞങ്ങൾക്കറിയാം. പക്ഷേ എന്തോ ആയാലും അയാൾ സാധാരണ പ്രവാചകന്മാരെക്കാളും വലിയ ഒരു പ്രവാചകനാണ്, അല്ലെങ്കിൽ വലിയ ഒരു മനുഷ്യനാണ്, ദൈവത്തിൽ നിന്നുള്ള ഒരു മനുഷ്യനാണ് എന്നൊക്കെ എല്ലാവരും അറിയുന്നുണ്ട്. അതുകൊണ്ട് എല്ലാവരും ഇങ്ങനെ പറഞ്ഞു കേട്ട് എല്ലാവരും അങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ രോഗികളെ സുഖപ്പെടുത്താനുള്ള ശക്തി അവനിൽ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഫരിസേയരും നിയമജ്ഞരും സദുക്കായരും ഒക്കെ വന്നുകൂടി. ഫരിസേയരും നിയമാധ്യാപകരും, ഈ സദുക്കായർ ആദ്യം ചെയ്യുന്നവരിൽ നിന്ന് ഇവരെയൊക്കെ കുറേ പേരെയൊക്കെ നിർബന്ധിച്ച് അയച്ചു. കാരണം ഇതൊക്കെ ആയിരിക്കാം. ഈ സദുക്കായരെന്ന് പറയുമ്പോൾ ഞാൻ എൻ്റെ ഒരു വീഡിയോ അവർക്ക് വേണ്ടി പ്രത്യേകം ചെയ്തിട്ടുണ്ട്. ഫരിസേയർ അന്നത്തെ ഈ പുതിയ നിയമം പഠിപ്പിക്കുമ്പോൾ ആദ്യം എങ്ങനെയാണ് അന്നത്തെ സാമൂഹിക മതപരമായ സാംസ്കാരികപരമായ ചുറ്റുപാടുകൾ എന്തൊക്കെയായിരുന്നു, അന്നത്തെ അവസ്ഥകൾ, അതിലേക്ക് ഞാൻ സദുക്കായരാരാണ്, ഫരിസേയരാരാണ്, നിയമാധ്യാപകരാരാണ്, നിയമജ്ഞരല്ലേ, സ്ക്രൈബ്സ് ആരാണ് എന്നൊക്കെ ഞാൻ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കേൾക്കാത്തവർക്ക് അതെൻ്റെ പഴയ വീഡിയോകൾ വെച്ച് നിങ്ങൾ ഈ ചാനലിലൊക്കെ ഒന്ന് തിരയണം കേട്ടോ. സെർച്ച് ചെയ്യുമ്പോൾ അറിയാം, അത് കേൾക്കാം പഴയ വീഡിയോകളൊക്കെ. അപ്പോൾ 4-5 മാസം മുൻപുള്ളതാണ്. അപ്പോൾ അവിടെ പറയുന്നത് ഇവർ സദുക്കായരെന്ന് പറയുമ്പോൾ പെൻറ്ററ്റുക് 5 ഗ്രന്ഥം മാത്രം, അതായത് തോറ 5 ഗ്രന്ഥങ്ങൾ, ആദ്യത്തെ മോശയുടെ 5 ഗ്രന്ഥങ്ങൾ മാത്രം സ്വീകരിക്കുന്നവരാണ്. അതിൻ്റെ ആ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ മാത്രം അതിനെ പറ്റി അഡീഷണലായിട്ട് കൂട്ടിച്ചേർക്കപ്പെടാൻ സാധ്യതയുള്ളതൊന്നും അവർ സ്വീകരിക്കുന്നില്ല. ദൈവം മോശയ്ക്ക് കൊടുത്ത് അത് മാത്രം സ്വീകരിക്കുന്നു. എന്നിട്ട് ലൗകിക കാര്യങ്ങളുടെ താല്പര്യമായിട്ട് അവരിങ്ങനെ ജീവിക്കുന്ന സ്ഥലങ്ങളാണ് പ്രധാനികൾ, മത പുരോഹിതരൊക്കെ അവരുടെ കൂട്ടത്തിൽ നിന്നാണ് വരുന്നത്. അതുപോലെ അതിനും കാരണമൊക്കെ ഉണ്ടതൊക്കെ ഇപ്പം പറയേണ്ടത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ആ വീഡിയോകളിലൊക്കെ. അപ്പോൾ അവർ ഇനി സദുക്കായരെന്ന് പറയുമ്പോൾ ഇവരുടെ ഈ യഹൂദ സമുദായത്തിൽ തങ്ങളെല്ലാവരിൽ നിന്നും വേർപെട്ട് തനിച്ചൊരു മറ്റുള്ളവരിൽ നിന്ന് വേർപെട്ട് നല്ല ഉന്നതമായ രീതിയിൽ ദൈവത്തെ സ്തുതിച്ചും പ്രാർത്ഥിച്ചും ദൈവവുമായിട്ട് ബന്ധപ്പെട്ടും കഴിയുന്നവരാണ്. ചട്ടങ്ങളും നിയമങ്ങളും ഒക്കെ പാലിച്ച് കഴിയുന്നവരാണെന്ന് സ്വയം അഭിമാനിക്കുന്നവരാണ് ഫരിസേയ സമൂഹം. അപ്പോൾ
നിയമജ്ഞർ എന്ന് പറയുന്നത് പഠിപ്പിക്കാൻ കഴിവുള്ളവർ, ഈ അനുഷ്ഠാനങ്ങൾ, നിയമങ്ങൾ, ഗ്രന്ഥങ്ങളെല്ലാം പഠിപ്പിക്കാൻ വിവേചിച്ച് പറഞ്ഞു കൊടുത്ത് അനലൈസ് ചെയ്ത് പറഞ്ഞു കൊടുക്കാൻ കഴിവുള്ളവർ. അങ്ങനെ ചെയ്ത് ഇവരെന്ത് ചെയ്തു? 614 നിയമങ്ങൾ മോശയുടെ അങ്ങനെ എള്ളിച്ചേർത്തതൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ അത് കൂടാതെ ഇവർ സ്വയമായിട്ട് വ്യാഖ്യാനിച്ച് അവരെന്ത് ചെയ്തു? 619 എണ്ണം കൂടെ അവർ ചേർത്ത്. ചിലർ പറയാം 640, 34 ഒക്കെ ഉണ്ടെന്ന് പറയാം. 619 കൂടി അവർ ചേർത്ത് നിയമങ്ങൾ. അപ്പോൾ എന്തുമാത്രം കഷ്ടപ്പാടാണ് ജനങ്ങളുടെ മുൻപിൽ. അവർക്ക് ഈ കഷ്ടപ്പാടില്ല, അവരിതൊന്നും ചെയ്തില്ലെങ്കിൽ കുഴപ്പമില്ല. മറ്റുള്ളവർ ഇനി മതത്തിൽ ചേരുന്നവരും അല്ലാത്തവരും ഒക്കെ അവർ കഴിക്കണം. പക്ഷേ ഇത് അവർക്ക് വേണ്ടിയാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ ഈ സദുക്കായർ, പുരോഹിത വർഗം ഇതൊന്നും സ്വീകരിക്കുന്നില്ല. മോശ പറഞ്ഞിട്ടുള്ള ആ ഗ്രന്ഥത്തിൽ 5 തോറയിൽ പറഞ്ഞിരിക്കുന്ന അത് മാത്രം മറ്റൊരു ഗ്രന്ഥങ്ങളും അവർ സ്വീകരിക്കുന്നില്ല. പ്രവാചക ഗ്രന്ഥങ്ങൾ അതൊന്നും വേണ്ട, അവർക്ക് അതൊന്നും വേണ്ട, അങ്ങനെ കഴിയുന്നവരാണ്. അപ്പോൾ ഈ 3 കൂട്ടരും അവരെവിടെ നിന്നെല്ലാം അവിടെ വന്നിരിക്കുന്നു. എന്തിനാ? അവരൊക്കെ അവിടെ വന്നുകൂടി എല്ലാ വില്ലേജുകളിൽ നിന്നും, ഗ്രാമങ്ങളിൽ നിന്നും, എല്ലാ സിനഗോഗുകളും ഗ്രാമങ്ങളുണ്ടല്ലോ. അപ്പോൾ അവിടെ നിന്നെല്ലാം വന്നുകൂടി അവർ പ്രാർത്ഥനാലയം, സിനഗോഗ് എന്ന് പറയുമ്പോൾ ദൈവാലയം ഒന്ന് യെരുശലേമിലേ ഉള്ളൂ, അതാണ് ദൈവാലയ യഹൂദരുടെ. മറ്റേ സിനഗോഗുകൾ, പ്രാർത്ഥനാലയങ്ങൾ എല്ലായിടത്തും ഉണ്ട്. അപ്പോൾ അതങ്ങനെ വന്ന് അവരെല്ലാം വന്നുകൂടി. എങ്ങനെയാണ് ഇങ്ങനൊരു മനുഷ്യൻ വന്നെന്നാൽ ഞങ്ങളാണ് ആദ്യം അറിയേണ്ടത്. അവരുടെ വിചാരങ്ങൾ, വികാരങ്ങൾ അങ്ങനെയാണ്. ഞങ്ങളല്ലേ സമൂഹത്തിൽ ഉന്നതർ, ശ്രേഷ്ഠർ. അപ്പം ഞങ്ങളറിയാതാണോ ഇങ്ങനെയുള്ള ഒരാൾ വരേണ്ടുന്നത്? ദൈവത്തിൽ നിന്ന് വരുന്ന ആളുകൾ ഞങ്ങളറിയണം ആദ്യം, ദൈവം ഞങ്ങളെ അറിയിക്കണം. അല്ലെങ്കിൽ ഇവർ വന്ന് ഞങ്ങളെ കാണണം. ഈ മനുഷ്യൻ ഒന്നുമില്ലാതെ ഒരു മനുഷ്യൻ ഇവിടെ വന്ന് ഇങ്ങനെയൊക്കെ പ്രവർത്തിക്കുന്നു, ഒരുപാട് കാര്യങ്ങൾ, അടയാളങ്ങളൊക്കെ ചെയ്യുന്നു. അപ്പോൾ അപ്പോൾ അവൻ്റെ കൂടെ ആളുകളെല്ലാം കൂടെ അങ്ങ് ഓടിക്കൂടും. പിന്നെ നമ്മളൊക്കെ ഒന്നിനും കൊള്ളരുതാത്തവരായിട്ട്, ഒന്നും ഇല്ലാത്തവരായിട്ട് മാറും. അതുകൊണ്ട് ഇതിനെപ്പറ്റി വിശദമായിട്ട് അറിയണം. അവനിൽ ഒരു തെറ്റ് കണ്ടുപിടിക്കണം. തെറ്റുകളുണ്ടെങ്കിൽ പരസ്യമായിട്ട് പറഞ്ഞ് അവനെ അധിക്ഷേപിക്കണം, വിലക്കണം എന്നൊക്കെ കണക്ക് കൂട്ടിയാണ് അവിടെ വരുന്നത്. പക്ഷേ യേശുവിൻ്റെ കാര്യത്തിൽ അവിടെ അങ്ങനെ അപ്പോൾ സാധിക്കുന്നില്ല അവർക്ക് എന്നുള്ളത് പിന്നീട് നമുക്ക് മനസ്സിലാകും. കാരണം രോഗികൾ എല്ലാവരും അവനെ ദാവീദിൻ്റെ പുത്ര, അതായത് ക്രിസ്തുവിനെ അവരേത് നോക്കിക്കൊണ്ടിരിക്കുന്ന ക്രിസ്തു, പ്രതീക്ഷിച്ചു കൊണ്ടിരുന്ന പ്രത്യാശയോടെ അവരെ രക്ഷിക്കാൻ വിദേശ നുഖത്തിൽ നിന്ന്, അതായത് റോമൻ അധീശത്വത്തിൽ നിന്ന് മോചിപ്പിച്ച് ഇസ്രായേലിൻ്റെ പഴയ സാമ്രാജ്യം പുനഃസ്ഥാപിക്കാൻ, പലസ്തീന മുഴുവനും സാമ്രാജ്യം പുനഃസ്ഥാപിക്കാൻ വേണ്ടി വരുന്ന ആളാണ് മിശിഹ. അത് അവസാനമില്ല, ലോകാവസാനം വരെ എന്നും ഇങ്ങനെ ഉണ്ടായിരിക്കും. ലോകാവസാനം പിന്നെ അത് അവസാനിക്കത്തില്ല എന്നാണ് വിശ്വാസം. അപ്പോൾ അങ്ങനെയുള്ളൊരു മിശിഹ ആണെന്ന് വരെ ജനങ്ങൾ പറഞ്ഞു തുടങ്ങിയപ്പോൾ ഇങ്ങനെ വരാൻ അത് ഞങ്ങളാണ് അറിയേണ്ടുന്നത് എന്നറിയാൻ വേണ്ടിയാണ് അവർ വരുന്നത്. അത് കുറ്റങ്ങളെ കണ്ടുപിടിച്ച് മനസ്സിലാക്കണം എന്നുള്ള രീതിയിലാണ്. പ്രിയപ്പെട്ടവരെ, അടുത്ത 18 മുതലുള്ള വാക്യങ്ങൾ നമ്മൾക്ക് പിന്നീട് അടുത്ത വീഡിയോയിലെടുക്കാം. കൂടുതൽ നീണ്ടുപോകേണ്ട ആ സമയത്തിനുള്ളിൽ നിർത്താമെന്ന് വിചാരിച്ചാണ്. ഞാൻ പറഞ്ഞ പോലെ ചെയ്യുന്ന 3 കാര്യങ്ങൾ ഇത് സെർച്ച് ചെയ്ത് എടുക്കണം. എൻ്റെ ദി റിയൽ വേ ഒഫീഷ്യൽ ബൈബിൾ സ്റ്റഡി തോമസ് മീനത്തേതിൽ എന്നുള്ള ചാനൽ സെർച്ച് ചെയ്തെടുത്തിട്ട് അത് സബ്സ്ക്രൈബ് ചെയ്യണം, പിന്നെ ലൈക്ക് ചെയ്യണം, പരമാവധി എല്ലാവരിലേക്കും ഷെയർ ചെയ്യണം. അപ്പോൾ ഞാൻ പറഞ്ഞു തരുന്നതിലെല്ലാം മറ്റുള്ളവർ പറഞ്ഞു തരുന്നതിനേക്കാളും ഒരു വൈദികരോ ഇവരൊക്കെ വലിയ സുവിശേഷകർ പറഞ്ഞു തരുന്നതിനേക്കാളും ഡീറ്റെയിൽ ചെയ്ത് ഞാൻ പറഞ്ഞു വിസ്തരിച്ച് ആ രഹസ്യ സ്വഭാവം ഉള്ളതെല്ലാം തന്നെ വളരെ വിശദീകരിച്ച് എല്ലാം തുറന്ന് എല്ലാവർക്കും പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ മറ്റുള്ളവരിൽ നിന്ന് കിട്ടുന്നതിനേക്കാളും കൂടുതൽ കാര്യങ്ങൾ വിശദമായിട്ട് നിങ്ങൾക്ക് ബൈബിളിനെ പറ്റി സമ്പൂർണ്ണമായ ഒരു വിശദമായ ഒരു അറിവ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് എല്ലാവരിലും അത് പരമാവധി എത്തിക്കുക. അവിടെ ലൈക്ക് ചെയ്യാനും മറക്കരുത്. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹായുടെയും നാമത്തിൽ ആമേൻ.